തീർത്തും അപ്രതീക്ഷിതവും ഒട്ടും പ്ലാൻഡുമല്ലാത്ത ഒരു യാത്രയുടെ കഥയാണിന്ന്. വെക്കേഷൻ തുടങ്ങിയിട്ടും എവിടെയും ട്രിപ്പൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന എൻ്റെ പതിവ് പല്ലവിയുമായാണ് ഇന്നത്തെ രാവിലെയും തുടങ്ങുന്നത്. ഇന്ന് പക്ഷേ പെട്ടെന്ന് തന്നെ തീരുമാനമുണ്ടായി. എങ്കിൽ ശരി, വയനാട് പോകാം. അതായിരുന്നു മറുപടി. ആദ്യം ഒന്ന് സംശയിച്ചു നിന്നെങ്കിലും പെട്ടെന്ന് തന്നെ റെഡിയായി പുറപ്പെടാൻ തുടങ്ങി. സംശയിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, ഇങ്ങനെയൊരാശയം വരുന്നത് തന്നെ രാവിലെ 8:30 മണിക്കാണ്. ഇവിടുന്ന് ചുരുങ്ങിയത് 2.5 മണിക്കൂർ എടുക്കും വയനാട്ടിലേക്ക്. പിന്നെ ബ്ലോക്കും കൂടി ആയാൽ സബാഷ്. അതുകൊണ്ട് തന്നെ ഒരുങ്ങിക്കഴിഞ്ഞ തൻവിയെയും റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ തന്നെ ഒരു നേരമാകും. വിചാരിച്ച പോലെ സമയത്തിനുള്ളിൽ പോയി വരാനാകുമോ എന്ന സംശയമായിരുന്നു ആദ്യം. പിന്നെ കരുതി ഓവർ സംശയിച്ച് നേരം കളയണ്ട, കിട്ടിയ അവസരം പാഴാക്കണ്ടെന്ന്. അല്ലെങ്കിലും ചില കാര്യങ്ങൾക്ക്, അല്ല പല കാര്യങ്ങൾക്കും സ്പോട്ട് ഡിസിഷനാണ് നല്ലത്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. വയനാട്ടിൽ എവിടേക്കെന്ന് ഒരുപാട് ആലോചിക്കേണ്ടി വന്നില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് പോയി വരാനും മനസ്സിന് കുളിർമയേകുന്നതുമായ സ്ഥലം, അതെ, നമ്മുടെ പൂക്കോട് തടാകം. ഏതാണ്ട് 11:30 ചുരം കയറി. ചുരം കയറുമ്പോൾ ചുറ്റുമുള്ള പച്ച മരങ്ങളും ദൂരെ മഞ്ഞു മൂടിക്കിടക്കുന്ന മലകളും കുളിരുള്ള കാറ്റും എല്ലാം കൂടി ആയപ്പോൾ ആഹാ വൈബ്. തൻവിക്ക് ചെറുതായി ഉറക്കം വന്നു തുടങ്ങി. വാവേ ഉറങ്ങല്ലേ, കുരങ്ങന്മാരെ കാണാം എന്ന ഒറ്റ ഡയലോഗിൽ ആൾ ഉഷാറായി എഴുന്നേറ്റിരുന്നു. അവിടുന്ന് അങ്ങോട്ട് ഞങ്ങളെ പഠിപ്പിക്കലായി. അമ്മേ, അച്ഛാ, കുരങ്ങന്മാരെന്ന് പറഞ്ഞാൽ വാനരന്മാരാണ്, ഇംഗ്ലീഷിൽ മങ്കി എന്നാണ് പറയുക എന്നൊക്കെ. അവനൊരു ബിഗ് ശ്രീരാമൻ ഫാനാണ്. ആ കഥകളിൽ നിന്നാണ് വാനരന്മാർ എന്നൊക്കെ കിട്ടിയത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്ക് അതാ ഒരു കുരങ്ങൻ. പിന്നീട് അങ്ങോട്ട് ഓരോ വളവിലും ചെരുവിലും കുരങ്ങന്മാർ തന്നെ. തൻവിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. കാർട്ടൂണിലെ ആൾക്കാരെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന കൗതുകമായിരുന്നു കൂടുതലും. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് കളിച്ചു ചിരിച്ചിരുന്നപ്പോഴേക്കും നമ്മളിതാ പൂക്കോട് ലേക്കിലെത്തി. പാർക്കിങ്ങിൽ കാറ് നിർത്തി നടക്കുമ്പോൾ എന്താ സുഖം! ചെറിയൊരു തണുപ്പിൽ ഇരുവശങ്ങളിലും മരങ്ങളും, റോഡിലൂടെ നടക്കാൻ വാവും. മുതിർന്നവർക്ക് 40 രൂപ, 80 രൂപ കൊടുത്ത് ഞങ്ങൾ അകത്തു കയറി. ഒരുപാട് ചിരിപ്പിക്കുന്ന ഓർമ്മകളുണ്ട് ഞങ്ങൾക്കിവിടെ. പണ്ട് ഇവിടെ കുട്ടികൾക്കുള്ള ചെറിയ പ്ലേ ഏരിയ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. കുരങ്ങന്മാർ താഴെ കൂടി ഓടി നടക്കുന്നത് കണ്ടിട്ടും ഐസ്ക്രീംസും പോപ്കോണും ഒക്കെ ആളുകളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് ഓടിക്കൊണ്ടുപോയി കഴിക്കുന്നതുമൊക്കെ കണ്ട് തൻവിക്ക് പേടിയായി. അതുകൊണ്ട് തൻവി ഒട്ടും തന്നെ നടക്കാൻ കൂട്ടാക്കിയില്ല. അച്ഛൻ എടുക്കണം. പിന്നീട് തടാകത്തിനടുത്തേക്ക്. കുറച്ചധികം നേരം അവിടെ ആ തടാകത്തിനടുത്തിരുന്നു. മലകളാൽ ചുറ്റപ്പെട്ട തടാകം, വളരെ ശാന്തം. അതിൻ്റെ തീരത്തിങ്ങനെ ചെറിയ കാറ്റുമേറ്റ് നിൽക്കുമ്പോൾ എന്തൊരു സന്തോഷം! വെറുതെ അല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെ വൈറലായത്. ഈ തടാകത്തിലെ പ്രധാന ആകർഷണം ബോട്ടിംഗ് തന്നെയാണ്. പെഡൽ ബോട്ടും റോബോട്ടുമുണ്ട്. പിന്നെ അവിടുന്ന് ഒരു ചൂട് സ്വീറ്റ് കോണും കഴിച്ച് തൊട്ടടുത്തുള്ള ജംഗിൾ ബുക്കിലേക്ക്. അതാ ഒട്ടകപ്പക്ഷി. അതിൻ്റെ കൂട്ടിനകത്തേക്ക് കയറണമെന്നായിരുന്നു ധന്വിയുടെ ആവശ്യം. ഇവിടെ എത്തിയപ്പോൾ കുരങ്ങന്മാരൊന്നുമില്ല. ഞാൻ നടന്നോളാം എന്നായി. ആയിക്കോട്ടെ എന്ന് ഞങ്ങളും. ഒരു കൂട്ടം കളർഫുൾ മീനുകൾ. ഹായ്, എന്ത് രസം! ഗ്ലാസിന് പുറമേ കൂടി തൻവി തൊട്ടു. മീൻ വരുന്നത് കാണുമ്പോൾ അവൻ്റെ വിചാരം അവനെ കൊത്തിയതാണെന്നാണ്. കുറച്ചു നേരം അവിടെ ചെലവഴിച്ചു.
പിന്നെ നേരെ 12Dക്ക്. അതൊരൊന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഇതിനു മുന്നേ ഹൈലൈറ്റ് മാളിൽ നിന്ന് 12D കണ്ടിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അവിടെ ഡാർക്ക് ഹൗസും ഉണ്ട്. ആ ആവേശത്തിൽ ഇവിടെയും 12D എന്ന് കണ്ടപ്പോൾ ചാടിക്കേറി. 100 രൂപയാണ് ഒരാൾക്ക് ചാർജ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ട. അതുകൊണ്ട് തൻവിക്ക് വേണ്ട. തൊട്ടടുത്തായി ഗോസ്റ്റ് ഹൗസും ഉണ്ട്. അത് പക്ഷേ തൻവിക്ക് പേടിയായാലോ എന്ന് വിചാരിച്ച് കയറിയില്ല. തൻവി, സിനിമയ്ക്ക് കയറിയോ? എങ്ങനെ ഉണ്ടേനു? അടിപൊളി. എന്തൊക്കെയാ കണ്ട സിനിമയില്? ശക്തിമാനൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഏത് വണ്ടിയിലാ പോയത്? സീറ്റ് വണ്ടിയിലോ? സീറ്റ് വണ്ടി കയറിയിട്ട് പിന്നെ നമ്മൾ ഏത് ട്രെയിനിൽ കയറിയോ? തീവണ്ടി എന്നിട്ട് എന്തിനൊക്കെ ഇടിച്ചു തെറിപ്പിച്ചത്? എന്തിനെ? ഗുഹയെ കൂടെ പോയില്ലേ? എന്നിട്ടോ നമ്മളെ വേറെ ട്രെയിൻ വന്ന് ഇടിച്ചോ? എന്നിട്ടോ ഹെലികോപ്റ്റർ പോണ കണ്ടോ? പിന്നെന്തൊക്കെയാ കണ്ടത്? ആകാശത്തിൽ കൂടെ അങ്ങനെ പോയില്ലേ? അടിപൊളിയായിരുന്നോ? പേടിയാവുന്നുണ്ടോ? സൂപ്പർ ആയിരുന്നോ? എന്താ തനിക്ക് പേടിയാവാഞ്ഞത്? അതെന്താ പേടിയാവാഞ്ഞത്? സാധനം ഉണ്ട് അല്ലേ? പാമ്പടക്കൂല്ലേ? അപ്പൊ ഓക്കെ. പിന്നെ ചെറിയ കുറച്ച് ഷോപ്പിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. അപ്പോഴേക്ക് സമയം 2:30 കഴിഞ്ഞു. തൻവിക്ക് വിശക്കാൻ തുടങ്ങിയതിൻ്റെ സിഗ്നൽസ് കിട്ടിത്തുടങ്ങി. നേരെ ഹോട്ടലിലേക്ക്. ഒരു ബിരിയാണി, ഒരു ഫ്രൈഡ് റൈസ്. ശേഷം മടങ്ങാൻ തുടങ്ങി. കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് അവിടെ. ബാക്കി അടുത്ത വരവിലെന്ന് മനസ്സിൽ കുറിച്ചു. പറയാൻ വിട്ടു. പോകുന്ന വഴിക്ക് കുരങ്ങന്മാരെ കാണാൻ തൻവി ചേട്ടൻ ഒരു ബൈനോക്കുലർ വാങ്ങി കയ്യിൽ പിടിച്ചിട്ടുണ്ട്. സംഭവം അതൊന്നുമല്ല. അവൻ കൊച്ചു ടി വിയിൽ കാണുന്ന ഹെയ്ഡി കാർട്ടൂണിലെ പീറ്ററിൻ്റെ കയ്യിലുണ്ട്. അതോർത്ത് വാങ്ങിയതാണ്. അതും പിടിച്ച് കുരങ്ങന്മാരെ കമൻ്റ് അടിച്ച് അങ്ങനെ. ചുരമിറങ്ങാൻ തുടങ്ങിയതും കോടമഞ്ഞിൻ ഓഹോ ആ പാട്ട് പാടാനാണ് തോന്നിയത്. നല്ല കോടമഞ്ഞ്. എന്നാലും വലിയ ബ്ലോക്കൊന്നും ഉണ്ടായില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ചുരമിറങ്ങി വന്നപ്പോൾ വലതുഭാഗത്തായി ഒരു വലിയ പരസ്യം കണ്ടു. ഒരു ഹോട്ടലിൻ്റെ. മനസ്സ് വയനാട് നിറച്ചില്ലേ, വയറ് ഞങ്ങൾ നിറയ്ക്കാം. ഈ പരസ്യവാചകം നന്നായി ഇഷ്ടപ്പെട്ടു. ശരിയാണ്, മനസ്സ് നിറയ്ക്കാൻ മാത്രമുണ്ട് നമ്മുടെ വയനാട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.